ഹലോ എവരിവൺ, വെൽക്കം ടു മഞ്ജൂസ് മാത്സ്. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 CSATലെ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് കാണുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇൻ എ സെർട്ടൻ കോഡ് POTനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ATOP. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസിൽ തന്നെ മനസ്സിലാവും POT എന്ന് പറയുന്നത് ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. POTനെ ജസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. POT ഇതിന് റിവേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ നമുക്കെങ്ങനെ കിട്ടും? TOP. കൂടെ ഒരു A ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? TRAPനെ APART എന്ന് തന്നിരിക്കുന്നു. TRAP ഇതിന് ജസ്റ്റ് TRAPനെ ജസ്റ്റ് റിവേഴ്സ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? PART. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു A അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ARENനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എഴുതുക. എന്താണ്? ARENA. ഇതിൻ്റെ റിവേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ANERA. ഫസ്റ്റ് ഒരു A അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ D ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് ഇൻ എ സെർട്ടൻ കോഡ് ABCD ഈസ് റിട്ടൺ ആസ് 24 ആൻഡ് EFGH ഈസ് റിട്ടൺ ആസ് 1680, അങ്ങനെയാണെങ്കിൽ IJKL എങ്ങനെ ആ ഒരു കോഡ് വെച്ചിട്ട് എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ABCDനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ABCDനെ 24. ABCD 24. ഈ 24 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? Aക്ക് 1 ആണെന്നറിയാം, Bക്ക് 2 ആണെന്നറിയാം, Cക്ക് 3 ആണെന്നറിയാം, Dക്ക് 4 ആണെന്നറിയാം. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. സിമിലർലി EFGHനെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 1680. EFGHനെ 1680. ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. Eക്ക് 5 ആണ്, Fന് 6 ആണ്, Gക്ക് 7 ആണ്, Hന് 8 ആണ്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1680 കിട്ടും. അങ്ങനെയാണെങ്കിൽ IJKL നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Iക്ക് 9 ഇൻറ്റു Jക്ക് 10 ഇൻറ്റു Kക്ക് 11 ഇൻറ്റു Lന് 12 ഇസ് ഈക്വൽ ടു 11880 എന്ന് കിട്ടും. അപ്പോൾ A ആണ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്.